ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷാജിയാണേ. നിങ്ങളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും എടുത്തു വെക്കണം. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല ഒരു ചികിത്സ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം കാശ് വേണം. ഈ കാശ് പെട്ടെന്ന് ഉണ്ടാക്കുക ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴെന്ത് വരും? നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ചികിത്സക്ക് പോകണമെന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. ഞാൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. പിന്നെ ഒരു കാര്യം പറയാം, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായിട്ട് പലരും പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് വസ്തുത എന്നുള്ളത് ഞാൻ പറയാം. ഏതൊക്കെ രോഗങ്ങൾ എത്രയൊക്കെ കാലപരിധിക്കുള്ളിലാണ് കിട്ടുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഓൾറെഡി ഉള്ള അസുഖങ്ങൾ, മേജർ സർജറി എന്ന് കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്തിട്ട് മാത്രമേ പ്ലാൻ എടുക്കാൻ പാടുള്ളൂ. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഡിക്ലെയർ ചെയ്യണം. ഡയബറ്റീസ്, അതേപോലെ BP മരുന്നൊക്കെ കഴിക്കുന്നതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞിട്ടെടുക്കണം. വേറെ എന്തെങ്കിലും മേജർ സർജറീസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് മാത്രം, പറയാന്ന് പറഞ്ഞാൽ അത് പ്രപ്പോസലിൽ കാണിച്ചുകൊണ്ട് മാത്രമേ പ്ലാൻ എടുക്കാൻ പാടുള്ളൂ. ചില അഡ്വൈസേഴ്സ് അവർക്ക് ബിസിനസ് ടാർഗറ്റ് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ബിസിനസ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോളിസി ആവില്ല. അപ്പോൾ ഇതൊന്നും കാണിക്കേണ്ടെന്ന് പറഞ്ഞേക്കാം നമ്മളോട്. ആ രീതിയിൽ പോളിസി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പ്ലാൻ എടുക്കരുത്. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് കിട്ടാത്തത്. അല്ലാതെ എല്ലാ കമ്പനികളും IRDA അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. സ്റ്റാർ ഹെൽത്തിൽ മാത്രമേ ഇത് കൊടുക്കാതിരിക്കേണ്ട യാതൊരു പ്രശ്നവുമില്ല. പല കമ്പനികളും കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുത ഇതാണ്. മുന്നേയുള്ള അസുഖങ്ങൾ, പോളിസി എടുക്കുന്നതിന് മുമ്പ് അസുഖങ്ങൾ വെളിപ്പെടുത്തി മാത്രമേ പ്ലാൻ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇപ്പം നല്ലൊരു സമയമാണ്. കാര്യം സെപ്റ്റംബർ 22-ന് ശേഷം 18% GST ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു നല്ല സമയം തന്നെയല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പം തന്നെ എടുത്തു വെക്കുക. നമുക്കിപ്പോൾ ആരോഗ്യം ഉണ്ടാവും, നാളെ എന്താണെന്ന് അറിയില്ല. നമ്മുടെ ജീവിത അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഈ നിമിഷത്തിന് മാത്രമേ വിലയുള്ളൂ. ഈ നിമിഷത്തിൽ നമ്മളൊരു പൂർണ്ണ ആരോഗ്യവതിയാണെങ്കിൽ ഇപ്പോഴും ഇൻഷുറൻസ് എടുക്കുക. നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാം, സ്റ്റാർ ഹെൽത്തിൽ നല്ല സൂപ്പർ പ്ലാൻ വന്നിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നെ വിളിക്കുക. വളരെ നല്ല പദ്ധതിയാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ തരാൻ എനിക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ വിളിക്കുക. അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബായ്.